നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഞാൻ MP രസ്ന. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അന്തിമ പോളിംഗ് കണക്കുകൾ പുറത്തുവിടില്ല എന്ന വിവാദങ്ങൾക്കിടെ വിശദീകരണവുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. സർവീസ് വോട്ടുകൾ ചേർക്കാതെയുള്ള പോളിംഗ് ശതമാനം 79.63 ആണെന്നും അന്തിമ കണക്കുകൾ പുറത്തുവിടുന്നതിൽ വൈകലുണ്ടായിട്ടില്ല എന്നും രത്തൻ യുഖേൽക്കർ പ്രതികരിച്ചു. കൃത്യമായ പോളിംഗ് ശതമാനം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായ പോളിംഗ് ശതമാനം, മണ്ഡലം തിരിച്ചുള്ള കണക്ക്, ബൂത്ത് തല വിവരങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വരുന്നതായിരുന്നു രീതി. എന്നാൽ ഇപ്രാവശ്യം വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടിട്ടും വെബ്സൈറ്റിൽ അന്തിമ കണക്ക് ലഭ്യമായിരുന്നില്ല. വിവാദമായതോടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. EVM, തപാൽ, ഹോം വോട്ടുകൾ എന്നിവ ചേർത്ത് കേരളത്തിൽ 79.63% പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. പ്രിസൈഡിംഗ് ഓഫീസർ രേഖപ്പെടുത്തിയ കണക്കാണിത്. എന്നാൽ സർവീസ് വോട്ടുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അന്തിമ കണക്ക് വന്നതിനു ശേഷം ഇൻഡെക്സ് കാർഡ് ഇറക്കുമെന്നും രത്തൻ യുഖേൽക്കർ പറഞ്ഞു. 17C വരെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, റിട്ടേണിംഗ് ഓഫീസേഴ്സ് എല്ലാം കൊളക്ട് ചെയ്ത് തന്നിട്ടുള്ള ഡേറ്റ, പിന്നെ പോസ്റ്റൽ ബാലറ്റ്സ് വന്നിട്ടുള്ളത് 79.63%. ഇന്ന് സർവീസ് വോട്ടേഴ്സ് 53,984 ഉണ്ട്. അവർ എത്ര പേർ അത് വോട്ട് ചെയ്യുന്നോ അത് നമുക്ക് അവസാനത്ത് കൗണ്ടിംഗ് സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അത് കാണിട്ട് ഇൻഡെക്സ് കാർഡ് വിതിൻ 48 hours പ്രഖ്യാപനം നടക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സോ 79.63 പ്ലസ് എന്താണ് വരാൻ പോകുന്നത് സർവീസ് വോട്ടേഴ്സിന്റെ ഭാഗത്തിനുള്ളത് അത് നമുക്ക് കണക്കാക്കിയിട്ട് അവസാനത്തെ ഇൻഡെക്സ് കാർഡിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. കണക്ക് പുറത്തുവിടാത്തതിൽ ദുരൂഹത സംശയിച്ചാൽ തെറ്റില്ല എന്നായിരുന്നു CPIM നേതാക്കളുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസവും കൂടെ എടുക്കും. 2 ദിവസം എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ വോട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ആ അന്തിമ വോട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിൽ ദുരൂഹത ആരെങ്കിലും ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയുന്നതിന് വേണ്ടിയും കഴിയില്ല. കൃത്യമായ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരുന്നു. 24 തിരുവനന്തപുരം. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പരാമർശങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി കത്തോലിക്ക സഭാ നേതൃത്വം. ഭീഷണി വില പോകില്ലെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഭാഷ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് സിറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടും പ്രതികരിച്ചു. വിവാദങ്ങൾക്കിടെ ഷോൺ ജോർജ് സിറോ മലബാർ സഭ അധ്യക്ഷൻ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ബിഷപ്പുമാർക്ക് വൈകിയാണെങ്കിലും തിരിച്ചറിവുണ്ടായത് നല്ലതെന്ന് CPI മുഖപത്രം ജനയുഗം വിമർശിച്ചു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ PC ജോർജും ഷോൺ ജോർജും നടത്തിയ പ്രസ്താവനകളിൽ സഭാ നേതൃത്വം വലിയ വിമർശനങ്ങൾക്ക് പോയിരുന്നില്ല. എന്നാൽ അത് പിൻവലിക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് തന്നെ രംഗത്ത് വന്നത്. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. പിന്നാലെ താമരശ്ശേരി രൂപത ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയിലും പ്രതികരണവുമായി രംഗത്തെത്തി. സീറോ മലബാർ സഭ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടും പരസ്യ വിമർശനം നടത്തി. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ പറഞ്ഞാലോ മെത്രാന്മാർക്കെതിരെയോ സഭാ നേതൃത്വത്തിനെതിരെയോ പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. ഈശോ പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ, കർത്താവെ അവരോട് എല്ലാം ക്ഷമിക്കണമേ എന്ന്. ഷോൺ ജോർജ് ആയാലും PC ജോർജ് ആയാലും അങ്ങനെയുള്ള ഭാഷ പറയുന്നതിൽ ഒട്ടും വൈമുഖ്യമില്ലാത്തവരാണ്. സംസ്കാരത്തിന് യോജിച്ച ഭാഷയല്ല പറയുന്നത്. അതും പക്വമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ അവർ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. സഭാ നേതൃത്വം പ്രതികരിച്ചു തുടങ്ങിയതോടെ പ്രശ്നം പരിഹരിക്കാൻ ഷോൺ ജോർജ് നീക്കം ആരംഭിച്ചു. സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി അധ്യക്ഷൻ റാഫേൽ തട്ടിലുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റ് സഭാ മേലധ്യക്ഷന്മാരെയും നേരിട്ട് കാണാനാണ് തീരുമാനം. ഞാൻ സഭയെ അല്ല വിമർശിച്ചത്, സഭയുടെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു മുഖപത്രത്തെയാണ് വിമർശിച്ചത്, അത്രേ ഉള്ളൂ. വിവാദ പ്രതികരണങ്ങൾ പാടില്ലെന്ന് BJP നേതൃത്വം നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. ഇതിനിടെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം രംഗത്തെത്തി. BJPക്ക് അനുകൂലമായി നിന്ന സഭാധ്യക്ഷന്മാർക്ക് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് എന്നാണ് മുഖപ്രസംഗത്തിലെ വിമർശനം. ജനയുഗത്തിന്റെ വിമർശനം തെറ്റിദ്ധാരണയെ തുടർന്ന് എന്നാണ് താമരശ്ശേരി രൂപത ബിഷപ്പിന്റെ പ്രതികരണം. 24 കോട്ടയം.
ലോകരാജ്യങ്ങളുടെ എതിർപ്പിനിടെ ഹോർമുസിൽ അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധത്തിന് തുടക്കമായി. ഇറാന്റെ കപ്പലുകൾ അടുത്തു വന്നാൽ തകർത്തു കളയുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെയുള്ള യുദ്ധമാണ് അമേരിക്കയുടെ നടപടിയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. അതിനിടെ തനിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച ട്രംപിന് മറുപടിയുമായി ലിയോ 14 മാർപ്പാപ്പ രംഗത്തെത്തി. ഇന്ത്യൻ സമയം രാത്രി 7:30 ഹോർമുസിൽ അമേരിക്കയുടെ ഉപരോധം ആരംഭിച്ചത്. ഇറാൻ തുറമുഖത്തിനും തുറമുഖത്തേക്ക് വരുന്ന കപ്പലുകൾക്കുമാണ് ഉപരോധം ബാധകമാകുക. ഇറാന്റെ കപ്പലുകൾ അടുത്തുവന്നാൽ തകർത്ത് കളയുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ട്രംപിന്റെ ഭീഷണി. മയക്കുമരുന്ന് മാഫിയ ബോട്ടുകളെ തകർത്തതുപോലെ ഇറാന്റെ കപ്പലുകളെ തകർക്കും. ഇറാന്റെ നാവികസേനയെ കടലിന്റെ അടിത്തട്ടിലേക്ക് പറഞ്ഞയച്ചുവെന്നും 158 കപ്പലുകൾ ഇതുവരെ തകർത്തെന്നും ട്രംപ് വ്യക്തമാക്കി. അവശേഷിക്കുന്ന ഇറാനിയൻ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ ഉപരോധ മേഖലയിലേക്ക് വന്നാൽ നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഉപരോധത്തെ UK പിന്തുണയ്ക്കില്ലെന്നും ട്രംപിന്റെ തീരുമാനം തെറ്റാണെന്നും പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രതികരിച്ചു. ഹോർമുസ് തുറക്കാൻ ബഹുരാഷ്ട്ര ദൌത്യം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും അറിയിച്ചു. പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാൻ ഈ ആഴ്ച ലണ്ടനിലോ പാരീസിലോ അന്താരാഷ്ട്ര ഉച്ചകോടി നടക്കും. ഹോർമുസ് തുറക്കണമെന്നാവശ്യപ്പെട്ട് ചൈനയും റഷ്യയും യൂറോപ്യൻ യൂണിയനും രംഗത്തെത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീണ്ടും ശ്രമിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചു. അതിനിടെ മാർപ്പാപ്പയ്ക്കെതിരെ ട്രംപിന്റെ പ്രസ്താവനയെ അപലപിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രംഗത്തെത്തി. മാർപ്പാപ്പയെ അധിക്ഷേപിക്കുന്നത് സമാധാനത്തിന്റെ പ്രവാചകനായി ആദരിക്കുന്ന യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പെസഷ്കിയാൻ പ്രതികരിച്ചു. ട്രംപ് ഭരണകൂടത്തെ ഭയക്കുന്നില്ലെന്നും യുദ്ധത്തിനെതിരെ സംസാരിക്കുന്നത് തുടരുമെന്നും ലിയോ 14 മാർപ്പാപ്പ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. എണ്ണയുമായി ഇറാനിൽ നിന്നുള്ള 2 എണ്ണ ടാങ്കറുകൾ ഇന്ത്യൻ തീരത്തെത്തി. ഇറാനിയൻ പതാകയുള്ള VLCC ഫെലിസിറ്റി സിഖ തുറമുഖത്തും മറ്റൊരു എണ്ണക്കപ്പലായ ജയ ഒഡീഷയിലെ പാരദീപ് തുറമുഖത്തും നങ്കൂരമിട്ടു. 7 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഇറാനിയൻ എണ്ണ ഇന്ത്യയിൽ എത്തുകയാണ്. അതിനിടെ ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന ഇന്ത്യൻ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്നു എന്ന വാർത്ത നിഷേധിച്ച് ഇറാൻ. ഇന്ത്യൻ ടാങ്കുകളിൽ നിന്ന് ടോൾ ഈടാക്കിയിട്ടില്ല എന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ വ്യക്തമാക്കി. ഈ ദുഷ്കരമായ സമയത്തും ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ കൂട്ടിച്ചേർത്തു. വനിതാ സംവരണ ഭേദഗതി ബില്ല് നൂറ്റാണ്ടിലെ സുപ്രധാന തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് യാഥാർത്ഥ്യമാക്കുമെന്ന് നാരീശക്തി വന്ദൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ബില്ല് ഇപ്പോൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പറഞ്ഞു. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സഭയിലുണ്ടാകണമെന്ന് കാണിച്ച് ലോക്സഭാ MPമാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകി. വനിതാ സംവരണ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുമ്പോഴും ബില്ലുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ബില്ലിന്റെ ആവശ്യകതകളും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാരീശക്തി വന്ദൻ സമ്മേളനം സംഘടിപ്പിച്ചു. രാജ്യത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2023-ലേതുപോലെ ഇത്തവണയും ബിൽ ഒറ്റക്കെട്ടായി പാസാക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 21वीं सदी के महत्वपूर्ण निर्णयों में से एक महत्वपूर्ण निर्णय ये है, ये निर्णय नारी शक्ति को समर्पित है. വനിതാ സംവരണത്തിലല്ല, മറിച്ച് മണ്ഡല പുനർനിർണയ വ്യവസ്ഥയിലാണ് പ്രതിപക്ഷം വിമർശനമുയർത്തുന്നത്. വനിതാ സംവരണത്തിനായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ രാഷ്ട്രീയ തുല്യത ഉറപ്പാക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുമ്പോൾ പാർലമെന്റിൽ എത്തണമെന്ന് കാട്ടി ലോക്സഭാ MPമാർക്ക് കോൺഗ്രസ് 3 വരി വിപ്പ് നൽകി. 24 ഡൽഹി. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിൽ BJP. മമതാ സർക്കാരിനെ പുറത്താക്കുക എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുക എന്നാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഹിമന്ത ബിശ്വ ശർമ്മ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യത്തിനെതിരെ അസം സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. BJP നടത്തിയ ആഭ്യന്തര സർവേ പ്രകാരം 115 മുതൽ 125 വരെ സീറ്റുകൾ പാർട്ടിക്ക് നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. പ്രചാരണം കൂടുതൽ ഊർജിതമാക്കിയാൽ ഭരണം പിടിക്കാമെന്നും BJP കണക്കുകൂട്ടുന്നു. പിന്നാലെ പ്രചാരണം ഊർജിതമാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർശന നിർദ്ദേശം നൽകി. പൊതുറാലിയിൽ രാമക്ഷേത്രവും നുഴഞ്ഞുകയറ്റക്കാരുടെ വിഷയമുയർത്തി TMCക്കെതിരെ അമിത്ഷാ ആഞ്ഞടിച്ചു. അതേസമയം വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അസമിൽ വാക്പോര് തുടരുകയാണ്. അസം മുഖ്യമന്ത്രി അധികാരം ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ ഉപദ്രവിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ മുൻകൂർ ജാമ്യത്തിനെതിരെ അസം സർക്കാർ സുപ്രീംകോടതി സമീപിച്ച സാഹചര്യത്തിലാണ് വിമർശനം. 24 ഡൽഹി. തമിഴ്നാട്
തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വാദപ്രതിവാദങ്ങളുമായി മുന്നണികൾ കളം നിറയുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയുടെ TVK നിർണായകമല്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം പ്രതികരിച്ചു. മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പരിഹസിച്ച് TVK ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറി ആദവ് അർജുന രംഗത്തെത്തി. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അടുത്ത ദിവസങ്ങളിൽ തമിഴ്നാട്ടിലെത്തും. തമിഴ്നാടിന്റെ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും DMK എടുത്തു പറയുകയാണ് പ്രചാരണത്തിൽ. അഴിമതിയും ക്രമസമാധാന തകർച്ചയും ലഹരിയുടെ വർധനവും അങ്ങനെയേറെയുണ്ട് പ്രതിപക്ഷത്തിന് പറയാൻ. തമിഴകത്ത് വലിയ ചർച്ചയായ തമിഴക വെട്രിക്കഴകം തിരഞ്ഞെടുപ്പിൽ നിർണായകമല്ലെന്ന് മുൻ മുഖ്യമന്ത്രിയും ബോഡിനായ്ക്കന്നൂർ DMK സ്ഥാനാർത്ഥിയുമായ ഒ പനീർശെൽവം. நல்லபடியாக போயிட்டுருக்கு, பிரகாசமாக போயிட்டுருக்கு. உறுதியாக தமிழ்நாடு முழுவதும் திராவிட முன்னேற்ற கழகத்தின் தலைமையிலான மதசார்பற்ற கூட்டணி மாபெரும் வெற்றி அடையும். 200 தொகுதிக்கு மேலாக வெற்றி அடையும். மீண்டும் மாண்புமிகு முதலமைச்சராக ചീഫ് മിനിസ്റ്ററാக എലക്ടഡ് MK സ്റ്റാലിൻ. ചായക്കടകളിൽ പോയി വോട്ടഭ്യർത്ഥിക്കുന്ന മുഖ്യമന്ത്രി MK സ്റ്റാലിനെ പരിഹസിച്ചാണ് TVK ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറി ആദവ് അർജുന രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയെ ആരും പരിഗണിക്കുന്നില്ല. TVK അധ്യക്ഷൻ വിജയ് പോകുന്ന വഴികളിലെല്ലാം ലക്ഷങ്ങൾ എത്തുന്നുവെന്നും ആദവ് അർജുന 24നോട്. Definitely Tamilaga Vetri Kalagam going to win in majority number. Our leader will become the Chief Minister of Tamil Nadu. So MK Stalin campaign is totally failed, and the own son campaign, everything is totally negative. They believing only money. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ന് തമിഴ്നാട്ടിലെത്തും. നാഗർകോവിലാണ് പര്യടനം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും അടുത്ത ദിവസം തമിഴ്നാട്ടിലെത്തുന്നുണ്ട്. 24 ചെന്നൈ. ഇപ്പോൾ വരുന്ന ഒരു അപകട വാർത്തയിലേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. തെങ്ങുകയറ്റ തൊഴിലാളിയായ പൂക്കാട് സ്വദേശി പ്രകാശനാണ് മരിച്ചത്. കോഴിക്കോട് നിന്നും അജി കുഞ്ഞുമോൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അജി, എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? എന്താണ് വിശദാംശങ്ങൾ? രത്ന, കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് മധ്യവയസ്കനെ ട്രെയിൻ തട്ടി നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 7:30യോടുകൂടിയാണ് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് കൊയിലാണ്ടി പൂക്കോട് സ്വദേശി പ്രകാശനാണ് മരണപ്പെട്ടത്. പ്രകാശൻ തെങ്ങുകയറ്റ തൊഴിലാളിയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരണത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7:30യോടുകൂടിയാണ് ഇത്തരത്തിൽ നാടിനെ നടുക്കിയ ഒരു ദാരുണമായ സംഭവം കൊയിലാണ്ടിയിൽ അരങ്ങേറിയത്. ശരി അജി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം. അമ്മയുടെ മൊഴിയെടുത്തില്ല. നിതിൻ രാജിന്റെ കുടുംബം DGPയെ കണ്ട് പരാതി നൽകി. നിതിൻ രാജിന്റെ മരണത്തെ ലോൺ ആപ്പുമായി ബന്ധപ്പെടുത്താനുള്ള പോലീസ് നീക്കത്തിനെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ രംഗത്തെത്തി. ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തതിനു പിന്നാലെ അധ്യാപകരായ ഡോക്ടർ MK റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും ഒളിവിലാണ്. RL നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ 2 അധ്യാപകർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുത്തത്. ഇതിനു പിന്നാലെ ഡോക്ടർ MK റാം, ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവർ ഒളിവിലാണ്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിന്റെ മരണത്തെ ചുരുക്കാനുള്ള പോലീസ് നീക്കത്തിന് പിന്നാലെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. പക്ഷേ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഗുരുവിന്റെ റോളിൽ കാലിന്റെ പണിയെടുക്കുകയാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാഡിലാണ്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ലോൺ ആപ്പിൽ നിന്നുള്ള സന്ദേശങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അധ്യാപികയുടെ നമ്പറിലേക്ക് വന്ന സന്ദേശങ്ങൾ പരിശോധിക്കും. ലോൺ ആപ്പ് വിഷയം അസംബന്ധമായ കാര്യമെന്ന് നിതിൻ രാജിന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വാസ്തവത്തിൽ ഒരു കോളേജിൽ, കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെ ജാതി അധിക്ഷേപം നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അപമാനകരമായ ഒരു സംഭവമാണ്. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് നിതിൻ രാജിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം പോലീസ് മേധാവിക്ക് പരാതി നൽകി. ശ്രീലത എന്ന് പറയുന്ന അധ്യാപകയാണ് ലാസ്റ്റ് അവരെ ടോർച്ചർ ചെയ്യുന്നതാണ് എന്റെ മോള് പറയണത്. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. വാർഡൻ കമല് അമ്മ ആശുപത്രിയിൽ കിടന്നപ്പോൾ അതിന്റെ ആവശ്യത്തിനാണ് അവ എടുത്തത്. അങ്ങനെ ഉള്ളവരൊന്നുമല്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ എന്നോട് വിളിച്ച് പറയണ്ട, ഞാൻ അടയ്ക്കുള്ളൂ. നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉത്തരവിട്ടു. 5 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം. 24 തിരുവനന്തപുരം.
നിതിൻ രാജിന്റെ വീട്ടിലെത്തി കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ സഹപാഠികൾ. ആരോപണ വിധേയനായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് സഹപാഠികൾ നടത്തിയത്. ഡോക്ടർ എം കെ റാം ദേഹനിന്ദ നടത്തുന്നത് പതിവാണെന്ന് വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു. അധ്യാപകർക്കെതിരെ മുൻ എക്സാമിനറും രംഗത്തെത്തി. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകർ നടത്തിയ കൊടും ക്രൂരതകളെക്കുറിച്ച് ഒടുവിൽ സഹപാഠികൾ തുറന്നു പറയുകയാണ്. തിരുവനന്തപുരം ഉഴമലക്കലിലെ നിതിൻ രാജിന്റെ വീട്ടിലെത്തിയ 2 സഹപാഠികൾ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ എം കെ റാം നിതിനെ ലക്ഷ്യമിട്ട് അപമാനിച്ചുവെന്ന് തുറന്നു പറഞ്ഞു. സാറെന്ന് വിളിക്കാൻ പോലും തോന്നുന്നില്ല, ഒരു മൃഗവാത്. സാറല്ല അത്. ഡെന്റൽ അനാറ്റമിയുടെ കാര്യത്തിൽ നമ്മൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള രീതിയിൽ പറയാറുണ്ടായിരുന്നു. ഡോക്ടർ എം കെ റാം മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളുടെ പേരിൽ നടപടി നേരിട്ടതാണെന്നും വിദ്യാർത്ഥികൾ. നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെയും കളർ വെച്ച് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ സ്റ്റുഡൻസിനെ പറയുന്നത് ഫാറ്റി, തിൻ, ലീൻ, കോക്രോച്ച്, അതല്ലാതെ ബോഡി ഷെയ്മിങ് ഒരു പ്രശ്നമാണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല. റിലീജിയൻ ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, പേരൻസിന്റെ ഇൻകം, അവരുടെ ജോലി, അങ്ങനെ പറ്റി ചോദിക്കുന്ന ഒരു ഇതുണ്ട്. കോളേജിലെ മുൻ എക്സാമിനർ ഡോക്ടർ ഔസാഫ് ഹസനും വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്നു. നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും അത് പുറത്ത് പറയാൻ മടിക്കുകയാണ്. കുട്ടികൾ അവരൊക്കെ പല പൊസിഷനിലും എത്തിയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇപ്പം കുറച്ച് നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്നൊരു ഫോൺ വന്നു. ആ കുട്ടിയും ഇത് തന്നെയാണ് പറഞ്ഞത്, സാറിന് എത്ര വേണം, ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് മൊത്തത്തിൽ അയച്ചു തരാം. മകൻ അനുഭവിച്ച കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞത് എന്ന് നിതിൻ രാജിന്റെ പിതാവ് രാജൻ. എൻ്റെ മകൻ്റെ മരണത്തിന് ശേഷമാണല്ലോ എല്ലാം പുറത്തു വന്നത്. പക്ഷെ അതിന് മുമ്പേ അവിടെ പ്രതികരിക്കാൻ ഈ 100-ൽ 1 കുട്ടി പോലും ഇല്ല. പ്രതികരിച്ചാൽ അവൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പിടിച്ചു വെച്ചിട്ട് അവന് ഡോക്ടറായിട്ട് പുറത്തു വരാൻ പറ്റൂല. അങ്ങനെ ആരും പ്രതികരിച്ചില്ല. കൂടുതൽ അധ്യാപകർക്കും മകന്റെ മരണത്തിൽ പങ്കുണ്ടെന്നും കുടുംബം ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ ഇന്ന് ക്ലാസുകൾ ബഹിഷ്കരിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. നിതിൻ രാജ് മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടും കോളേജിൽ അനുശോചന യോഗം നടത്താത്തതിലുള്ള പ്രതിഷേധവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. 24 കണ്ണൂർ, തിരുവനന്തപുരം. വീണ്ടും ഒരു വിദ്യാർത്ഥിയുടെ മരണവാർത്തയിലേക്ക് തന്നെയാണ്. മലയാളി വിദ്യാർത്ഥി കൊൽക്കത്തയിൽ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ. കൊച്ചി പാലാരിവട്ടം സ്വദേശി ജുവൽ ജോസ് ജെബിനാണ് മരിച്ചത്. പശ്ചിമബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജൂറിഡിക്കൽ സയൻസ് 1ാം വർഷ വിദ്യാർത്ഥിയാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് ജയിൽ മോചിതനായി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ശങ്കരദാസ് പുറത്തിറങ്ങി. കൊല്ലം കോടതി ശങ്കരദാസിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ 12 പ്രതികൾക്കും ഇതോടെ ജാമ്യം ലഭിച്ചു. സംസ്ഥാനത്തെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. സമരം ശക്തമായ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആശുപത്രികളുമായി UNA ധാരണയിലെത്തി. സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന ശമ്പളം നൽകാമെന്ന് മാനേജ്മെന്റുകൾ ഉറപ്പു നൽകിയെന്ന് UNA അറിയിച്ചു. അങ്കമാലി, ലിറ്റിൽ ഫ്ലവർ, തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, അമല മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലാണ് ഇനി സമരം ബാക്കിയുള്ളത്. കോഴിക്കോട് ജില്ലയിലെ സമരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. ഏറ്റവും ശക്തമായ സമരം നടന്നൊരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. അതിൽ BMH ഗ്രൂപ്പിന് കീഴിലെ ആശുപത്രികളും അതുപോലെ തന്നെ മൈത്ര ആശുപത്രികളും സമരം ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. 6ഓളം ആശുപത്രികളാണ് BMHന് കീഴിലുണ്ടായത്. എല്ലാ ആശുപത്രികളുടെയും സമരം അവസാനിച്ചു. വളരെ നന്ദി അലക്സാണ്ടർ ഡോക്ടറോട് അദ്ദേഹത്തിനോട് പറയാനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻകൈയിലാണ് ഈ ചർച്ചകൾ നടന്നത്. മുൻവിധികളൊന്നുമില്ലാതെ വളരെ തുറന്ന ചർച്ച രാവിലെ 9 മണിയോടുകൂടി ആരംഭിച്ച ചർച്ച ഇപ്പോൾ അല്പം മുമ്പാണ് അവസാനിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാട് എടുത്തിരിക്കുന്നു. പറശ്ശിനിക്കടവ് ആന്തൂർ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ ആന്തൂരിലെ CPIM-നെതിരായി നടക്കുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആന്തൂർ ലോക്കൽ കമ്മിറ്റി. വലതുപക്ഷ മാധ്യമങ്ങളും വലിയ പ്രചാരവേല നടത്തുകയാണ്. തെറ്റായ പ്രചാരണങ്ങൾ പാർട്ടി ബന്ധുക്കളും അനുഭാവികളും തള്ളിക്കളയണമെന്നും ലോക്കൽ കമ്മിറ്റിയുടെ പ്രസ്താവന. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. ബൈ ബൈ പിണറായി ഫ്ലെക്സിനെ ചൊല്ലി എറണാകുളം നെടുമ്പാശ്ശേരിയിൽ LDF UDF കയ്യാങ്കളി. മന്ത്രി P രാജീവ് മത്സരിച്ച കളമശ്ശേരി മണ്ഡലത്തിലാണ് തർക്കം സംഘർഷത്തിൽ കലാശിച്ചത്. അൻമരിയ സണ്ണിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അൻമരിയ, സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഫ്ലെക്സിൽ ഉണ്ടായിരുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ബൈ ബൈ പിണറായി എന്നായിരുന്നു ആ ഫ്ലെക്സിൽ ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇത് എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് CPM പ്രവർത്തകർ കോൺഗ്രസിനോട് പറയുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഫ്ലെക്സ് എടുത്തു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ആ വാക്കുതർക്കമാണ് ഇന്നൊരു കയ്യാങ്കളിയിലേക്ക് കലാശിച്ചിരിക്കുന്നത്. മന്ത്രി P. രാജീവ് മത്സരിച്ച കളമശ്ശേരി മണ്ഡലത്തിലാണ് ഈ തർക്കം അതൊരു ആക്രമണത്തിലേക്ക് മാറുന്നത്. എറണാകുളം അടിവാശ്ശേരിയിലാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഫ്ലെക്സ് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് CPM പ്രവർത്തകർ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും UDF പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. ഫ്ലെക്സ് മാറ്റിയില്ലെങ്കിൽ കത്തികൊണ്ട് കുത്തുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നും കോൺഗ്രസിന്റെ പരാതി അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നുമുണ്ട്. ഈ സ്ഥലത്തേക്ക്, അതായത് ചെങ്ങമനാട് ഭാഗത്തേക്ക് നിലവിൽ എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ശരി അൻമരിയ, എറണാകുളം അടുവാശ്ശേരിയിലാണ് ബൈ ബൈ പിണറായി ഫ്ലെക്സിനെ ചൊല്ലി LDF UDF തമ്മിൽ സംഘർഷമുണ്ടായത്. ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ സൗത്ത് ഇന്ത്യയിലെ 33ാമത് ഷോറൂം കൊല്ലം കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹവായ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂം സന്ദർശിക്കുന്നവർക്ക് കൈനിറയെ സമ്മാനങ്ങളും മികച്ച ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന ഡിസൈനുകളോടെയാണ് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിന്റെ സൗത്ത് ഇന്ത്യയിലെ 33ാമത് ഷോറൂം കൊല്ലം കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റിയാണ് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെക്കുന്ന ഉറപ്പ്. ലോകോത്തര നിലവാരമുള്ള 250 ഷോറൂമുകൾ ലോകമാകെ തുടങ്ങുകയാണ് ഹവായ് ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് ഹവായ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി പറഞ്ഞു. മയ്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് റാഫിയുടെ സാന്നിധ്യത്തിൽ ഹവായ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഈ മേഖല വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് ഡോർസിൽ നമ്മൾ മറ്റേത് മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്താലും സ്റ്റീൽ ഡോറിന് വെല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റീൽ ഡോറിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർക്ക് 50,000 രൂപ വില വരുന്ന സ്റ്റീൽ ഡോർ സമ്മാനമായി നൽകും. കൂടാതെ നിരവധി ഓഫേഴ്സുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് CEO ഷാഹിദ് MA പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റീൽ ഡോർ, FRP ഡോർ സ്റ്റീൽ വിൻഡോസ് കൂടാതെ ജർമ്മൻ ടെക്നോളജി നിർമ്മിച്ച സിസ്റ്റം വിൻഡോസുകളുടെ അടക്കം വിവിധ മോഡലുകൾ ഷോപ്പിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു സാധ്യത ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ മുടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെ നല്ല രീതിയിലുള്ള നമുക്ക് വളരെ സന്തോഷം നൽകുന്ന തരത്തിലുള്ള നമുക്ക് ബെനിഫിറ്റും നമുക്കിതുകൊണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് ബിസിനസ് പാർട്ണർമാരായ ജലാലുദ്ദീൻ, വാർഡ് മെമ്പർ ലിബിത, ഡയറക്ടർമാരായ സാവിയോ, മെഹബൂബ്, ഷാഹുൽ കേറ്റി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 24 കൊല്ലം. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുകയാണ്. നമസ്കാരം.